അക്കിടിപ്പുറം പഞ്ചായത്ത്. ചേട്ടാ ഇവിടെ ഇതുണ്ട് ഈ കരിയിലൊക്കെ. നാട്ടിൻപുറത്തെ പ്രഭാതം എന്ന് പറഞ്ഞേ നമുക്കൊരു റീൽ ചെയ്യാവേ. കുറച്ചുകൂടെ വൃത്തിയാകട്ടെ. എടാ നീ ഒന്ന് മാറാ, എനിക്കറിയത്തില്ല തൂക്കാൻ. ചേട്ടാ കുറച്ച് ചിരിച്ചോണ്ടൊക്കെ ചെയ്യാട്ടോ. എന്തോ കാര്യത്തിന് ചിരിക്കുന്നു? എന്നാ ഇത്ര ദേഷ്യം? ദേഷ്യം എന്നാന്നോ? ഇരിക്കുന്ന കണ്ടോ? ആ കണ്ടോ? രാവിലെ ഒരു നാണമില്ല ഇനി വരും. 1, 2, 3 ചായ കുടിച്ചിട്ട് അങ്ങ് പോവും. എന്നിട്ട് പൽസ പറ്റുക്കലങ്ങ് എഴുതിക്കോളാം. 3 മണിയാൻ വരും പെണ്ണുമ്പിള്ള മോളമ്മ. പൽസേട്ടാ 3-5 പരിപ്പോടെ പോയി ഞാൻ വെച്ചാക്കാൻ. എന്നിട്ടും പറയും പറ്റുക്കലങ്ങ് എഴുതിക്കോളാൻ. എടാ ഇവരുടെ വിചാരം ഈ പറ്റുബുക്ക് എന്ന് പറഞ്ഞ റിസർവ് ബാങ്ക് ആണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഡൽഹിയിൽ നിന്ന് മാത്താച്ചിന് വരട്ടെ, ഈ കണക്കെല്ലാം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. തൂത്തോളാം എനിക്കറിയാം. അത് ഫുള്ള് പോട്ടെ. പറ്റുബുക്കിനകത്ത് കറണ്ട് ബില്ല് ഇരിപ്പുണ്ട്, ഒന്നെടുത്ത്. എടാ നിങ്ങളുടെ കറണ്ട് ബില്ല് ഇവിടുത്തെ പറ്റുബുക്കിനകത്താണ് എടുത്തു വെക്കുന്നത്. മാത്തച്ഛന് മറന്നു പോയാൽ അന്ന് എടുത്തേ. ഓരോ ജോലി ചെയ്യാൻ സമ്മതിക്കും. ഞാൻ ചെയ്യാം. അമ്മൂട്ടോട് തൂത്ത്. ഓ തൂക്കാം. ചേച്ചി അത് ഫുള്ള് പോട്ടെ. ഇത് ചുമ്മാ പോയേ ഒരു ബ്ലോഗും. അയ്യോ എന്നാ വിളിച്ചാ? സിസിലി പറ്റുബുക്ക് കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ വെച്ചേ? ഇവിടെ കണ്ടാ വെച്ചേ. ചായക്കത്താണോ വെച്ചേ? അല്ലല്ല ഞാൻ ഇവിടെ വെച്ചായിരുന്നു. ശരിക്കും നോക്കി. ഇവിടുത്തെ മൊത്തത്തിലെ പറ്റാ പോയത്. കുപ്പിക്കകത്താണോ വെച്ചേ? ഒന്ന് ഓർത്തു നോക്കിയേ. അല്ല ഇവിടെ വെച്ചായിരുന്നു. ഈ കലത്തിൽ നോക്കില്ല. അപ്പൊ കുന്തം പോയ കലത്തിലും തപ്പണമെന്നല്ലേ? കലത്തിലൊക്കെ ഉണ്ടോ? ഇല്ല സിസിലി അവിടെ എവിടെയും കാണും. ഇതിന്റെ പറ്റുബുക്ക് ഫുള്ള് എന്തോ ചെയ്യും. എന്റെ കർത്താവേ, എന്റെ പറ്റുബുക്ക് പോയല്ലോ. അക്കിടിപ്പുറം പഞ്ചായത്തുകാർ മുഴുവൻ ചായ കുടിച്ചിട്ട് എഴുതിയ കണക്കെഴുതിയ ബുക്കാ പോയത്. ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? എടാ വത്സ, എടാ ഒരു പഴയ ബുക്ക് പോയത് നീ എന്തിനാ കിടന്ന് കലർന്നത്? സമാനപ്പെട, നമുക്ക് പുതിയൊരെണ്ണം മേടിക്കാം. അതുമല്ല ആ ബുക്ക് ഒരു പഴയ ബുക്കല്ലേ, പഴഞ്ചൻ കിട്ടിയല്ലടാ. സമാനപ്പെടാൻ ഇന്നലെ വൈകുന്നേരം 3000 പറ്റു വെച്ചപ്പോ നീ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? എടാ എന്റെ പൈസ ഇല്ല, ഞാൻ തരാന്ന് പറഞ്ഞു. അതിനെന്താ? ആണോ? നീ അങ്ങനല്ല പറഞ്ഞ. എടാ വത്സ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാമെന്ന്. അപ്പൊ ഈ പരിഹാരം ഈ ബുക്കടിച്ചു മാറ്റിയതല്ലേ? നീ ആ കള്ളൻ, കുട്ടൻ കള്ളൻ, ബുക്കടിച്ചു മാറ്റിയ കള്ളനാണ് നീ. കള്ളൻ സിസിലി, എനിക്ക് വേറെ മുഖമുണ്ട്. ഉണ്ടല്ലേ? ആ മുഖം ഇപ്പൊ കണ്ടത്. ബുക്കടിച്ചു മാറ്റിയ കള്ളൻ കുട്ടൻ കള്ളൻ. അങ്ങനെ കാര്യം ഞാനൊരു കാര്യം പറയാം. എന്ത്? ഈ അക്കിടിപ്പുറം പഞ്ചായത്തുള്ള എല്ലാവരും ഇവിടെയാ പറ്റുന്നത്. അതെ ആണോ? അത് ആ ബുക്കല്ലേ പോയത്. എടാ അപ്പൊ അവരെ സംശയിക്കണ്ടേ? വേണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ കടയാറേ? മാത്തന്റെ. ഏറ്റവും കൂടുതൽ കടവുള്ള ആർക്കാ? മാത്തന്. അപ്പൊ മാത്തനെ സംശയിക്കാം. കുട്ടിച്ച വെറുതെ മാത്തച്ഛൻ ഇതിനകത്തേക്ക് വലിച്ചെടുക്കല്ലേ. മാത്തച്ഛൻ ഡൽഹി പോയേക്കുവാ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിട്ട്. ചുമ്മാ ഓരോന്ന് ആവശ്യം വിട്. നിനക്കൊരു തലയറച്ച മോനുണ്ടല്ലോ നിന്റെ കൂട്ടുകാരൻ, പേരെന്നോടാ? സെബാസ്റ്റ്യൻ. നീ അവൻ 2 കണക്കാ. ആ സെബാസ്റ്റ്യൻ ഇന്നലെ രാത്രി ഈ കടയുടെ ചുറ്റും കിടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടയാ. അവനെ സംശയിക്കണം. ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ട് ഓരോരോ കാര്യത്തിൽ വലിച്ചെടുക്കല എന്റെ മക്കളെയൊന്നും. അയ്യോ മോനെ പറഞ്ഞു സുഖിച്ചില്ലേ? നമ്മുടെ ഈ ഒരു മൊബൈലൊരു ഇൻസ്റ്റാഗ്രാം ഈ ഗ്രാമിനകത്ത് റീലിടാൻ വേണ്ടി നിന്നോട് 1000 രൂപ ചോദിച്ചോ? അപ്പൊ അവനെ സംശയിക്കണം. എന്താ കുട്ടച്ച ഞാൻ പറഞ്ഞേ? അപ്പൊ അതിനിവിടെ ഇല്ല. എന്റെ കൊച്ചു ടൂറ് പോയേക്കുവാ ഫ്രണ്ട്സുകളോട് കൂടെ. എവിടെ? കുളുമണാലി. എവിടെ? കുളുമണാലി. ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ. ഈ കട ആണല്ലോ. അപ്പൊ പറ്റു പുസ്തകം പോയാ ആർക്കാ നഷ്ടം? എന്റെ മാത്തച്ഛനാ നഷ്ടം. ഈ കള്ളം കപ്പലിൽ തന്നെയുണ്ട്. ആ പോലീസിനെ വിളിക്ക്. കറക്റ്റ് കാര്യം. എന്തിനാ പോലീസ് എന്നാ നീ വിളിച്ചേ? സിസിലി, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഫീസർ വന്നില്ലായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വേഗം വിളിക്കേ. ഹലോ ഹലോ. സാറേ ഞാൻ അക്കിടിപ്പുറോ. അല്ല അക്കിടിപ്പുറം വത്സൻ, മറ്റേ ചായക്കടക്കാരൻ. അക്കിടിപ്പുറോ?
വത്സന എടാ ദ്രോഹി, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേ നീ പഴംപൊരി ഉണ്ടാക്കുന്ന കഥ പറഞ്ഞ് എന്നെ പറ്റിച്ചാലടാ. സാറേ അതും വിട്ടേര് സാറേ. ഇപ്പൊ വേറെ ഭയങ്കര ഒരു വിഷയമുണ്ട് സാറേ. ഭയങ്കര ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിരിക്കുകയാണ്. ഈ അക്കിടിപ്പുറം പഞ്ചായത്തിന്റെ പറ്റുബുക്ക് നമ്മുടെ ചായക്കട എന്ന് എവിടെയോ മോഷണം പോയിട്ടുണ്ട് സാറേ. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ബുക്ക് മാഫിയ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എനിക്കൊരു സംശയമുണ്ട് സാറേ. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇതൊന്ന് കണ്ടുപിടിച്ചത് സാറിന്. എന്ത് കണക്ക് പുസ്തകം അടിച്ചു മാറ്റിയ മാഫിയോ? ആ അതാ അന്വേഷിക്കാൻ വേണ്ടി സാറൊന്ന് വരണമെന്ന്. ഹോൾഡ് ഓൺ വത്സ, ആരെയും പുറത്തേക്ക് വിടരുത്. ഇല്ല സാർ, ഇല്ല, പോലീസ് വരത്തില്ല, പോലീസ് സ്റ്റേഷൻ അവധി വരത്തില്ല. അതില്ല. കഴിഞ്ഞ തവണ എനിക്ക് നഷ്ടപ്പെട്ട പ്രൊമോഷൻ എനിക്ക് ഇത്തവണ അടിച്ചെടുക്കണം. അക്കിടിപ്പുറം ഇനി എന്റെ കസ്റ്റഡിയിലാണ്. ഐ വിൽ ബി ദയർ 5 minutes. വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ബിഗ്ഗസ്റ്റ് റോബറി ഇൻ അക്കിടിപ്പുറം. മാത്തൻ ടീ ഷോപ്പിന്റെ പറ്റുബുക്ക് ഈസ് വാനിഷ്ഡ്. ഇവിടെ ചായക്കടക്കാരൻ വത്സൻ ചേട്ടന് എല്ലാരും സംശയമുണ്ട്. ഇത് നമ്മുടെ ഗൾഫ് വാപ്പിച്ചാനല്ലേ? ഇതാര്? നമ്മുടെ ഗൾഫ് വാപ്പിച്ചേനെ. ഇതപ്പോ വന്നു. Everybody, live weather. Boleh, bonda. Parpoda. Oh, Kutajan. Ya. Papi ഒരു കാപ്പേ. എന്താ ഒരു ഭയങ്കര ഒരു മ്ലാനത, ഒരു മൂടവിട്ട് എല്ലാവർക്കും. ഹാപ്പി ആയിട്ടിരിക്കും. ഒന്ന് ശരിക്കല്ലാരുടെ ഹാപ്പി ആകാൻ പറ്റത്തില്ലെന്നേ. ഇവിടെ ഒരു മോഷണം നടന്നു. റോബറി. യു മീൻ റോബറി? അതെ, മോഷണം. എന്താ സംഭവം? നമ്മുടെ വത്സൻ ചേട്ടന്റെ പറ്റുകാരം അടിച്ചോണ്ട് പോയി. ഏത് പട്ടിയാ വത്സന്റെ ബുക്കും കൊണ്ട് പോയ? പറ്റു പുസ്തകം, മറ്റേ കണക്കൊക്കെ എഴുതുന്നേ. ഓ, പട്ടെഴുതുന്ന പുസ്തകം, കണക്കിന്റെ കുറിപ്പ് പുസ്തകം. അത് തന്നെ. ഈ മോഷണത്തെ കുറിച്ച് വാപ്പിച്ചാൻ എന്നാ പറയാനുള്ള? എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ എന്താ പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ദുബൈയിലെ കുറിച്ചാണ് പറയാനുള്ളത്. ദുബൈയില് ഒരു സ്ഥലമുണ്ടല്ലോ, സ്ഥലത്തിന്റെ പേര് കരയാമ. അവിടെ ഞാൻ ഉള്ള സമയത്ത് എൻ്റെ പൈസ തീർന്നു പോയി. അപ്പം ഞാൻ ആ കാർഡില്ലാതെ അവിടെ ചെന്ന് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ നിൽക്കുമ്പം ഭയങ്കര റോബറി നടക്കുന്നു. ഒരാൾ വന്ന് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. ഞാൻ ആഴ്ചയ്ക്ക് പിടിക്കുകയാണ്. അവിടെ പോവുകയാണ്. നീ എവിടെ പോകുന്നത്? നീ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ. എന്നിട്ട് പോലീസ് ഹെലികോപ്റ്ററിൽ വരുന്നു. ഇവനെ തൂക്കി എടുത്തിട്ട് പോകാൻ നേരം അവൻ പറയുമാണ്, സർ, ഞാൻ മോഷ്ടിക്കാൻ വന്നത് ഈ ഹെലികോപ്റ്ററിലാണ്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ സാറിനോട് വന്നാൽ എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ദാറ്റ്സ് എ പോയിന്റ്. അവൻ്റെ ചോദ്യം ഭയങ്കരമാണ്. അന്നേരം ഞാൻ പറഞ്ഞു, അവൻ്റെ ഹെലികോപ്റ്റർ ഞാൻ കൊണ്ട് തന്നോളാം എന്ന് ഓഫീസറോട് ഞാൻ പറഞ്ഞു. പ്ലെയിൻ ഓടിക്കറിയോ? ഞാൻ ഹെലികോപ്റ്റർ എടാ, പണ്ട് ഞാൻ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള ഈ ഹെലികോപ്റ്ററും. ലൈസൻസ് ഒന്നും വേണ്ട. ഷുക്കറാ. അപ്പോഴായി നിസ്സാരമായ ഒരു ബുക്കിന്റെ കേസ്, അതും പറ്റുപുസ്തകം. ഷുക്കറാ. പാപ്പിക്കൊരു കാപ്പി. യെസ്, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ എന്നെ കേസിൽ നീയൊക്കെ വട്ടം കറപ്പിച്ചു. നീ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? പഴംപൊരിയെ കുറിച്ചുള്ള കഥ പറഞ്ഞു. നീ എൻ്റെ അടുത്ത് കൽപ്പനയെ കുറിച്ചുള്ള കഥ പറഞ്ഞു. അങ്ങനെ എന്നെ ഇത്തവണ പറ്റിക്കാൻ നോക്കണ്ട. ഇത്തവണ ഞാൻ കേസ് കണ്ടുപിടിക്കുകയും ചെയ്യും, എന്റെ പ്രമോഷൻ ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പറ, എന്താ സംഭവിച്ചത്? കടല പറ്റുബുക്ക് മോഷണം പോയി. എന്നിട്ട് എടുത്തത് കുട്ടച്ചനാ. ഓഹോ, ആ പഴയ കൽപ്പണിക്കാരൻ. നീ എന്നെ കൽപ്പനയുടെ കഥ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കി. പക്ഷെ ഇത്തവണ നടക്കൂല. ഐ നോ ഹിം. എവരിബഡി അറ്റൻഷൻ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്റെ പ്രതിപട്ടികയിലുണ്ട്. ദി ഇൻവെസ്റ്റിഗേഷൻ ബിഗിൻസ് നൗ. വത്സ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന്. ഈ അക്കിടിപ്പുറം പഞ്ചായത്തിലെ എല്ലാവരുടെ പേരും അവർ ഈ ചായക്കടയിൽ പറ്റും നീ എങ്ങനെ ബുക്കിൽ എഴുതി? സാർ, അത് പട്ടെഴുതണമെന്ന് അക്ഷരം പഠിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ, എൻ്റെ ഒരു ശൈലി ഞാനങ്ങ് എഴുതി പോവുക. അതാ സാർ ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിന്റെ രീതി? എൻ്റെ രീതി എന്ന് വെച്ചാൽ സാറേ
പരേക്കെന്ന് പറ. സാറേ, നമ്മൾ ഇവൻ്റെ നിന്ന് പറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു ഒരു ഫോട്ടോ കൊടുക്കണം. ഫോട്ടോ സ്റ്റേറ്റ് ചെറിയ ഫോട്ടോ അല്ലേ സാറേ, അത് കൊടുക്കണം. കൊടുത്ത് ഇവനത് ബുക്കിൽ ഒട്ടിക്കും. ഓഹോ. എന്നിട്ട് അതിൻ്റെ താഴെ എന്താണ്ടെങ്കിലും ഇവൻ കുത്തി കുറിക്കും. അതാണ് ഇവൻ്റെ ഒരു രീതി. അങ്ങനെയാണ് എൻ്റെ. ഓ, അതെങ്ങനെയാണ് നിന്റെ രീതി? സ്വന്തമായിട്ട് അക്കൗണ്ടിങ്. നിന്റെ രീതി എങ്ങനെയാണെന്നൊന്ന് കാണിക്കുക. എന്നാ പേപ്പർ. നുണ പറയരുത്. ഇല്ല. മര്യാദയ്ക്ക് എഴുത്. ഇതാ. സാർ ഇപ്പം ഈ പേന രസമില്ല സാർ. ഇതാ കറക്റ്റ്. ഇത് ഇപ്പൊ കുട്ടച്ചൻ ഇപ്പൊ ഇവിടെ വന്നല്ലേ. ഇപ്പൊ കുട്ടച്ചൻ വന്നു പറഞ്ഞാൽ എന്നോട് വത്സ ഒരു ചായ എന്ന് പറയും. അപ്പൊ എൻ്റെ രീതിയിൽ ഞാൻ ഒരു ചായ എന്ന് എഴുതി. ചായ കുടിച്ചു കുട്ടച്ചൻ പറയാ ഒരു പരിപ്പുവട അല്ല ഒരു ബോണ്ട പെട്ടെന്ന് ചോദിക്കൂലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതെ എങ്ങനെ മതി. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ പറയാ അത് വേണ്ട വാഴക്കപ്പം മതി എന്ന് പറയും. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ വരയ്ക്കും. ഇത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് പറയുക ഇതൊന്നും വേണ്ട, എനിക്ക് നല്ല സ്പെഷ്യൽ ഒരു പാലൊക്കെ ഒഴിച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു ചായ തരാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ 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 അടയ്ക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തോട്ട് പോയിട്ട് പറയും എടാ പൈസ ഇന്നില്ല പിന്നെ തരാ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടോ ഇങ്ങനെ വരയ്ക്കും. ഇതാ സാറേ എൻ്റെ ഒരു സ്റ്റൈല്. കാരണം ഞാൻ പാവമല്ലോ സാറേ, പാവപ്പെട്ട ഒരു കുറ്റം ചെയ്യാത്തതാണ്. കാരണം എൻ്റെ ഒരു രീതിയാണ്. ആരോകൾ, താഴേക്ക് വരകൾ, വട്ടങ്ങൾ, ത്രികോണങ്ങൾ, അമ്പുകൾ, കൊടും കൂര. ഇത് പറ്റുബുക്കല്ല, അക്കിടപ്പുറം പഞ്ചായത്തിൽ ബോംബ് വെക്കാനുള്ള സ്കെച്ചല്ലടാ. അല്ല സാറേ, ഞാനൊരു പാവപ്പെട്ട സാറേ. ഈ വട്ടം കണ്ടോ? ഇത് പഞ്ചായത്ത് ഓഫീസ്. സാറേ അത് പഞ്ചായത്ത് ഓഫീസൊന്നുമല്ല, സിസിലി ഇന്നലെ പഠിച്ച പഴംപൊരിയാ സാറേ. ഞാനൊരു പാവപ്പെട്ട സാറേ, ഒരു പാവപ്പെട്ട ജാക്കണ. നീ എന്നെ പൊട്ടനാക്കാൻ നോക്കരുത്. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നീ എഴുതി ഉണ്ടാക്കിയ മാഫിയ കോഡുകൾ കൂടിപ്പോയി. അപ്പോൾ നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നീ തന്നെ ആ ബുക്കുകൾ എടുത്ത് മാറ്റി അല്ലേ? സത്യം പറ. നിന്റെ ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ട്? ആരൊക്കെയാണ് നിന്റെ സ്ഥിര ഇടപാടുകാർ? പറ. സാർ ഇവിടുത്തെ സ്ഥിര ഇടപാട് വെച്ചാൽ മാത്തനാണ്. മാത്തനോ? അവനെ ഇങ്ങോട്ട് വിളിക്കേ, എനിക്ക് കാണണം. സാറേ, എൻ്റെ കെട്ടിയോനാ മാത്തൻ. പുള്ളി മിനിഞ്ഞാന്ന് ഡൽഹിയിലോട്ട് പോയേക്കുവാ. അവിടെ വലിയ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ്. ഓഹോ, അപ്പൊ ക്രൈം പ്ലാൻ ചെയ്തിട്ട് ആള് സംസ്ഥാനം വിട്ടു. സംസ്ഥാനം വിട്ട സ്ഥിതിക്ക് ഇത് ചെറിയ ഗ്യാങ് അല്ല, വലിയൊരു മാഫിയ സംഘമാണ്. നാഷണൽ നെറ്റ്വർക്ക്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ ചായക്കട വിട്ട് ആരും പുറത്തു പോകരുത്. കം ഇൻസൈഡ്. പേടിക്കും. ഓഹോ, അപ്പൊ ഇതാണ് ഡൽഹി മാഫിയുടെ വലിയ പ്ലാൻ. ത്രികോണങ്ങളും വട്ടങ്ങളും. എവരിബഡി ലിസൺ. ഞാൻ ഓരോരുത്തരെ വീതം ചോദ്യം ചെയ്യാൻ പോവേണ്. ആദ്യം ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച ദുബായ് ഗാങ്സ്റ്റർ. സാർ പ്ലീസ്, ഞാൻ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ഗൾഫുകാരനായ പാപ്പിയെ ഈ ഗാങ്സ്റ്റർ എന്നൊന്നും വിളിക്കരുത്. സാറിന് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം. സാർ എത്രയും പെട്ടെന്ന് ദുബായ് പോലീസുമായിട്ട് ബന്ധപ്പെടണം. അവിടുന്ന് റോബോട്ടിക് ഡോഗിനെ വിളിച്ചിറക്കിയാൽ അത് ഈ കളഞ്ഞു പോയ ബുക്ക് മണത്ത് കണ്ടുപിടിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ സാർ? എത്ര വേഗം ബന്ധപ്പെടാം ദുബായ് ആയിട്ട്. ഈ പറ്റുബുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇനി പട്ടിയും കൊണ്ടുവരണം അല്ലേ? എനിക്കറിയാം കണ്ടുപിടിക്കാൻ. നീ സത്യം പറയണം. കഴിഞ്ഞ 10 ദിവസമായിട്ട് നീ കുടിച്ച ചായയുടെ കണക്ക് ഈ ബുക്കിലുണ്ടെന്ന് മത്സം പറഞ്ഞു. ആ നാണക്കേട് സഹിക്കാൻ പറ്റാതെയല്ലേ നീ ബുക്ക് അടിച്ചാൽ പറ്റിയത്? സത്യം പറ. സാർ
കള്ളമാണ് സാർ. അത് സത്യമല്ല സാർ. സാർ ഞാനിവിടെ ദീർഘം കൊടുക്കുന്നു. ദീർഘം എനിക്ക് കോടിക്കണക്കിന് സ്വത്തുള്ള ഞാൻ വെറും 10 രൂപയുടെ ചായക്ക് വേണ്ടിട്ട് എന്തിനാ സാർ പാറ്റെഴുതുന്നത്? അവഗണിക്കല്ലേ സാർ, അവഗണിക്കല്ല സാർ. ഒരു കാര്യം ചെയ്യും, കൂട്ടാച്ചനെ ഒന്ന് ചോദ്യം ചെയ്താൽ മണിമല്ല പോലെ പറയും. നീ ഇങ്ങോട്ട് നീങ്ങല്ലേ, ഇങ്ങോട്ട് മാറിക്കാം. ഇങ്ങോട്ട് നീങ്ങല്ലേ. ആ ഞാൻ നീക്കാം. നീ കൽപ്പണി എന്ന പേരിൽ പ്ലാൻ ചെയ്തത് ബോംബ് സ്ഫോടനമല്ലടാ. സത്യം പറ, സത്യം പറ. സാറേ ഞാൻ ബോംബ് ഒന്നും വെച്ചിട്ടില്ല സാറേ. പിന്നെ ആ ബുക്കിലുള്ളതേ ഇവിടെ കൊടുത്ത ബോണ്ടയുടെയും പഴംപൊരിയുടെയും കണക്കാണ്. ഞാനൊരു കൽപ്പണി മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഈ വട്ടവും ദീർഘവും ഒന്നും എനിക്കറിയത്തില്ല സാറേ. ഓ, അപ്പൊ നല്ല കടമുണ്ടല്ലോ ഇവിടെ. സാറേ അത് പിന്നെ ദേ, ഈ നിൽക്കുന്ന സിസിലെ കണ്ട, ഇത് മാത്തച്ഛന്റെ ഭാര്യ സാറേ. ഈ സിസിലി എന്നും ഇവിടെ വന്ന് ബോണ്ടയും ഈ പഴംപൊരിയൊക്കെ തിന്നാറുണ്ട്. അതിന്റെ എല്ലാ കണക്ക് ആ ബുക്കിലുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാത്തച്ഛൻ ഡൽഹി പോയിരിക്കുക. അപ്പൊ ഇവിടെ ഒരാഴ്ചയായിട്ട് ഇവിടെ കയറി ഇറങ്ങി തീറ്റിയായിരുന്നു. അപ്പോൾ ഈ കണക്ക് മാത്തച്ഛൻ അറിഞ്ഞാലോ ഇവിടെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഇവള് തന്നെയാണ് ബുക്ക് മോട്ടിച്ചത്. കള്ളി കള്ളി കള്ളി. കുട്ടിച്ച എന്റെ ബോണ്ടന്റെ കണക്കൊക്കെ സാറിനോട് പറഞ്ഞു കൊടുക്കുന്നേ. ഇതെന്റെ കെട്ടിയ മാത്തച്ഛന്റെ കടിയാ. ഇവിടുന്ന് 4 ബോണ്ട എടുത്തൊന്നും വെച്ചിട്ട് ഞാൻ കല്യൊന്നും ആവത്തില്ല, അത് മോഷണം ആവത്തില്ല. സാറേ ദേ ഈ മോളമ്മയാ കട്ടത്. സാറൊന്ന് ചോദ്യം ചെയ്യും. ഞാനോ? ഞാൻ എന്തിനാണ് ഇതിന്റെ മത്സന്റെ മൂസിന്റെ ബുക്ക് കട്ടെടുക്കുന്നത്? എനിക്കറിയത്തില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. സാറേ സാറേ ഇവക്കെ പരിപ്പോടി ഇല്ലാതെ ചായ ഇറങ്ങിയല്ല. ആണോ? ദിവസം 3-4 പരിപ്പോടി ഇവള് കഴിക്കുന്നേ. ഒരു മാസമായിട്ട് പൈസയും കൊടുക്കത്തില്ല. 1500 രൂപയുടെ പൈസ ഇവള് കൊടുക്കാനുള്ളത്. അതിന്റെ നാണക്കേട് മറക്കാൻ വേണ്ടി അല്ലോടി നീ പുസ്തകം കാട്ടത്. കള്ളി, പെരുങ്കള്ളി. ഞാനേ 3 പരിപ്പോടെ തന്നെങ്കിൽ നീ 5 പഴംപൊരി നിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പൊതിഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. സാറേ ഇവളാ കള്ളി. നീ തന്നെയാ കള്ളി. വട കഴിച്ചോണ്ട് പോയത്, പൈസ കൊടുക്കാണ്ട് പോയത് ഞാൻ കണ്ടതാ. പെരുങ്കള്ളി. നാളെ വരെ മുഖത്ത് നോക്കണ്ടോ? നീ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞല്ലോ. കള്ളി 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 ഇവളാ. പരിപ്പോട, ബോണ്ട, പഴംപൊരി എന്തോന്നത്? പലഹാര മോഷണോ? എനിക്ക് വേണ്ടത് ഡൽഹി മാഫിയുടെ ക്ലൂ ആണ്. ദുബായിയായിട്ടൊന്ന് ബന്ധപ്പെട്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയുന്നത് നിന്റെ കുട്ടച്ചനല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ട് ബുക്ക് ഞാൻ എടുത്തിട്ടില്ല. കാണുന്നുണ്ട് പറയുന്നത് പറയുന്നത്. പൈസയൊന്നും പറഞ്ഞു. ഓഹോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തതെന്ന്. വലിയൊരു ഇന്റർനാഷണൽ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ എന്താ നിങ്ങൾ എനിക്ക് തന്നത്? 4 ബോണ്ട, 8 പഴംപൊരി, 3 പരിപ്പൂട. ഇതും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ കേസ് എടുക്കും? ഞാൻ എങ്ങനെ FIR എഴുതും? SI എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്ന് 4 പരിപ്പൂടയാണ്, നീ നിന്ന് 4 ബോണ്ടയാണ്, നീ കുടിച്ചത് ഒരു ചായയാണെന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? ഇതിനേക്കാളും നല്ല പോലെ ട്രാഫിക് പോലീസിലും പോണതാണ്. കേറി പോയടകത്ത്. വത്സ, എന്തോ എനിക്കൊരു ഉണർവ് കിട്ടി. ആ ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രകൃതിയുമായിട്ട് സംസാരിച്ചു. ഓഹോ, ഇതാരാ ഈ പുതിയ ആള്? ഇതാണ് ഡൽഹി മാഫിയുടെ സ്ലീപ്പർ സെൽ. എന്റെ പൊന്നു സാറേ, ഇത് അക്കിടിപ്പുറത്തെ ബുദ്ധിജീവിയാ. ബുദ്ധിജീവിയാ? ആ, നീ എവിടെയായിരുന്നു ഇന്നലെ? ഇന്നലെ രാത്രി ഞാൻ ഈ കടത്തുമേൽ കിടക്കുമ്പോൾ കിടക്കുമ്പോ നല്ല വിന്റേജ് മണമുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ താളുകൾ എടുത്തപ്പോൾ എന്റെ ഉള്ളിലെ കവി ഉണർന്നു. ഓഹോ, ഞാൻ ഈ പുസ്തകത്തിൽ അതിഗംഭീരമായ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. കേക്കട്ടാ, ഞാൻ വായിക്കാം. വായിക്കേ. വായിച്ചു. എന്റെ കവിത കേൾക്കാൻ കൊതിക്കുന്നേ. കറുത്ത വരകൾ, ആ അതിനടിയിലെ വട്ടങ്ങൾ, വട്ടങ്ങൾക്ക് ചുറ്റും അമ്പടയാളങ്ങൾ പായുന്നു, ത്രികോണാകൃതിയിൽ തട്ടി തകരുന്നു. ഹേ മനുഷ്യ, നീ എങ്ങോട്ടാണ് ഈ പായുന്നത്? അതെങ്ങനെ എന്റെ പറ്റുമുക്കി കിട്ടി മക്കളെ.
എന്റെ പറ്റുമുക്ക് എടാ വൃത്തികെട്ടവനെ, നീ എഴുതി വെച്ച കവിതയുണ്ടല്ലോ, ആ കവിത അല്ലത്, ഇവിടെ വന്ന് കഴിച്ച ആൾക്കാരുടെ ലിസ്റ്റാടാ. പോയോ അപ്പൊ ഈ ബുദ്ധിജീവിയാണ് ഈ ബുക്ക് അടിച്ചു മാറ്റിയത്. അപ്പൊ ഞാൻ അന്വേഷിച്ച ഇന്റർനാഷണൽ ഗ്യാങ് അവരായിരിക്കും, ബോംബ് അവരായിരിക്കും. എന്ത് ബോംബ്? ഞാനൊരു കവിത എഴുതിയതിന്റെ സന്തോഷത്തിലാണ്. എന്റെ പൊന്നു സാറേ, കണ്ടോ എന്റെ പറ്റുമുക്കോ? ഈ പട്ടുമുക്കിന്റെ മുകളിൽ കൂടെ അവൻ കറുത്ത പശു കൊണ്ട് കവിത എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ കഴിച്ചെന്ന് ഞാൻ എവിടെ നോക്കി പറയും എന്റെ പൊന്നു സാറേ, കണ്ടോ? മത്സ എന്തായാലും പോയത് പോയി. അത്രേ ഉള്ളൂ. സിസിലയുടെ ബോണ്ടയുടെ കണക്കും മോളമ്മയുടെ വരിപ്പയുടെ കണക്കും എല്ലാം ഈ കവിതയുടെ കൂടെ അങ്ങ് അലിഞ്ഞു പോയതായിട്ട് അങ്ങ് കരുതുക. ശരിയല്ലേ? ഈ കേസ് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചല്ലോ. എന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് കാരണം കള്ളൻ തൊണ്ടി മുതലുമായിട്ട് ഇവിടെ വന്നു. അതെ അതെ, എങ്ങനെയുണ്ട്? അടിപൊളി. ഐ ആം എ ബ്രില്യൻ. ഏതായാലും ഈ ബുദ്ധിജീവിയുടെ കവിത ഞാൻ വായിക്കാം, എല്ലാരും കേൾക്കണേ. കേക്ക്. കറുത്ത വരകൾ, അതിനിടയിൽ വട്ടങ്ങൾ, വട്ടങ്ങൾക്ക് ചുറ്റും പായുന്ന അമ്പടയാളങ്ങൾ, ത്രികോണങ്ങളിൽ തട്ടിത്തകർന്നു. ഓ മനുഷ്യ, നിനക്ക് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താണോ? ദേ, ഈ സന്തോഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ചായയും ഓരോ ബോണ്ടയും. എന്നിട്ട് ദേ ഈ ബുക്കിനകത്ത് നീളത്തിൽ ഒരു 10-30 സ്റ്റാർ അങ്ങ് വരച്ചേക്ക്. ശരിയല്ലേ? അതെ. ശുക്ര.